മുൻകാലങ്ങളിൽ ഓരോ പെട്ടികളിലായിട്ടായിരുന്നു വോട്ടുകൾ ശേഖരിച്ചിരുന്നത്. തന്റെ കുട്ടിക്കാലത്തെ തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള. വോട്ടോർമ്മകൾ പങ്കുവയ്ക്കുന്ന നമ്മോടൊപ്പമുള്ളത് മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സാറാണ്. സാർ, എന്തൊക്കെയാണ് വോട്ടോർമ്മകളായിട്ട് നമുക്ക് പറയാനുള്ളത്? വോട്ടോർമ്മകളിൽ പച്ച പിടിച്ച് നിൽക്കുന്ന ഒരു കാര്യം ഏതാണ്ട് ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ്. എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആദ്യത്തെ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ ഓരോ പാർട്ടിയുടെ ചിഹ്നത്തിലാണ് വോട്ട് ചെയ്യുക. അപ്പം അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പെട്ടി, കോൺഗ്രസ്സിന് അരിവാൾ നെൽക്കതിര്, പിന്നെ മറ്റൊരു പെട്ടി മുഖം വെച്ച കാളകൾ, പിന്നെ ജനസംഖ്യമൊക്കെ ഉള്ളിടത്തന്ന് ദീപം, ഇങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മാറിയിട്ട് ഇപ്പോഴ് അങ്ങനെയല്ല. അതൊരു വലിയ മാറ്റം രാഷ്ട്രീയത്തിൽ പ്രകടമാണ്. കാരണം ഈ പാർട്ടി വോട്ടുകളെ കൊണ്ട് മാത്രം ജയിക്കാവുന്ന മണ്ഡലങ്ങൾ വളരെ വിരലെണ്ണാവുന്ന പോലും ഇല്ലാത്തതുകൊണ്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ വ്യക്തികളെയും പാർട്ടിയും കൂടെ ചേർത്താണ് ജനങ്ങളിപ്പോൾ വോട്ട് ചെയ്യുന്നത്. എൻ്റെ ആദ്യത്തെ ഓർമ്മ, ഞാനൊരു ചെറിയ കുട്ടിയായിരിക്കുമ്പം വിമോചന സമരം കഴിഞ്ഞ് എൻ്റെ നാട്ടിൽ എൻ്റെ അച്ഛനൊക്കെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരായിരുന്നു, ചുമതലക്കാരായിരുന്നു. അതുകൊണ്ട് ആ കാലത്ത് നടന്ന 60-ലെ തെരഞ്ഞെടുപ്പാണ് എൻ്റെ ഓർമ്മയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പെന്ന് ശരിക്ക് പറയാവുന്നത്. അതിലന്ന് EMS മന്ത്രിസഭ താഴെ ഇറക്കിയിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിലെ ആർട്ടിക്കിൾ 356 പ്രകാരം പിരിച്ചുവിട്ട മന്ത്രിസഭ, അതിനെതിരായിട്ടുള്ള വിമോചന സമരം മന്നത്ത് പത്മനാഭനും മറ്റുമൊക്കെ നടത്തിയ വിമോചന സമരം, ഏതായാലും അന്ന് ഭൂരിപക്ഷം കിട്ടിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികൾക്കാണ്. 67 ആകുമ്പോഴേക്കും എനിക്ക് കുറച്ചുകൂടി ഞാൻ രാഷ്ട്രീയത്തിൽ തന്നെ വന്നു, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ സപ്തകക്ഷി മന്ത്രിസഭകൾ EMS അധികാരത്തിൽ വന്നു. കോൺഗ്രസ്സിന് വെറും 9 സീറ്റും കേരള കോൺഗ്രസ് 5 സീറ്റുമായിട്ട് ബാക്കിയെല്ലാം ഇടതുപക്ഷത്തിന് കിട്ടിയൊരു കാലഘട്ടം. അപ്പോഴത്തേക്കൊക്കെ ഞാൻ ജനസംഘത്തിൻ്റെ പ്രവർത്തകനായി മാറിയിരുന്നു. അതിനുശേഷമുള്ള എൻ്റെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഞാൻ വോട്ട് ചെയ്തെങ്കിലും പഞ്ചായത്തിലേക്കായാലും ഗ്രാമപഞ്ചായത്തിലേക്കായാലും അല്ലെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷനിലേക്കായാലും അതുപോലെ അസംബ്ലിയിലേക്കോ പാർലമെൻറ്റിലേക്കോ ഞാൻ വോട്ട് ചെയ്ത ഒരു സ്ഥാനാർത്ഥിയും ഈ അടുത്ത കാലത്ത് ഒഴിച്ചു നിർത്തിയാൽ ജയിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനും കഴിയാതെ പോയ ഒരു ഹതഭാഗ്യവാനായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഗോവയിൽ ഗവർണറായപ്പം എൻ്റെ ഭാര്യയുടെ വോട്ടുകൾ അങ്ങോട്ട് മാറ്റി അവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തു. ഞങ്ങൾ വോട്ട് ചെയ്ത 2 പേരും ജയിച്ചു. ഇവിടെ ഇപ്രാവശ്യം ഇവിടെ ഈ വാർഡ് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ഇവിടുത്തെ ആൾ ജയിച്ചു. ഒരു ചരിത്രമാണത്. അപ്പോൾ അങ്ങനെ ആ ഒരു തെരഞ്ഞെടുപ്പ് ഒഴിച്ചാൽ, താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത ഈ ഗോവയിലെ 2ഉം ഇവിടുത്തെ 1 ഒഴിച്ചാൽ ബാക്കിയുള്ള സമയത്തൊക്കെ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്തതെല്ലാം ജയിക്കാതെ പോയി. പക്ഷേ സംതൃപ്തിയുണ്ട്, എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് വോട്ട് ചെയ്തതെന്നുള്ള സംതൃപ്തിയുണ്ട്. ഇതാണ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള ഓർമ്മകളിലെ പ്രധാനപ്പെട്ടത്.